ആ സിക്ക് കുറേ ദിവസമായിട്ട് ഇങ്ങനെ അന്വേഷിക്കുന്നുണ്ട്. അപ്പോൾ അന്വേഷിക്കുമ്പോഴെല്ലാം വീട്ടിലൊക്കെ വല്ലതും പറയുന്നുണ്ട് ഓട്ടി ഓതിച്ചൊക്കെ രാവിലെ മുതൽ അങ്ങ് ഇറങ്ങുകയാണെന്ന്. അപ്പോൾ നമുക്കൊരു വളരെ അത്ഭുതം എന്ന് പറഞ്ഞു കഴിഞ്ഞാലേ, കൂടെ ആരുമില്ല പ്രവർത്തിക്കാൻ, ചുവരെഴുത്തെങ്ങൊന്നും ഇല്ല, പോസ്റ്ററിംഗ് ഒന്നും കണ്ടിട്ടില്ല. പത്തനംതിട്ട നഗരസഭയുടെ എന്താണ് ഈ CK അർജുൻ എന്ന് പറഞ്ഞ ഈ ലാളിത്യത്തിൻ്റെ രഹസ്യം എന്താണ്? പത്തനംതിട്ട നഗരസഭയിലെ എല്ലാ വോട്ടർമാരും, ഈ വാർഡിലുള്ള വോട്ടർമാരും എനിക്ക് നേരിട്ട് ബന്ധമുള്ള വോട്ടർമാരാണ്. അവരെ സംബന്ധിച്ചുള്ള എന്നെ പരിചയപ്പെടുത്തേണ്ട ആവശ്യമില്ലെന്നാണ് ഞാൻ കരുതുന്നത്. കാര്യം അവരുടെ നിലനിലവുള്ള എല്ലാ കാര്യങ്ങളിലും ഞാൻ ബന്ധപ്പെടുകയും എടുക്കുകയും ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരാളാണ്. അപ്പോൾ തീർച്ചയായിട്ടും എനിക്ക് അതിൻ്റെ ഒരു ആവശ്യമില്ല. വലിയ ആളാരവും വലിയ ഇതൊന്നും കാണിച്ചിട്ട് കാര്യമില്ലെന്നാണ് എനിക്ക് നേരിട്ട് ആൾക്കാരോട് വോട്ട് അഭ്യർത്ഥിക്കുക, വോട്ട് വാങ്ങിക്കുക. അതാണ് എൻ്റെ പ്രത്യേകിച്ച് നമുക്ക് കേരള വിഷൻ ന്യൂസിൻ്റെ പ്രേക്ഷകരോട് പറയാനുള്ളത്, കഴിഞ്ഞ 3 ടേമിലായി പത്തനംതിട്ട നഗരസഭയിലെ വിജയിച്ച് മുന്നേറുന്ന ഞങ്ങളെല്ലാം വിളിക്കുന്ന CK എന്ന് പറഞ്ഞ CK അർജുൻ ഈ പ്രാവശ്യം നഗരത്തിൻ്റെ ടൗൺ വാർഡിലാണ് സ്ഥാനാർത്ഥിയായിട്ട് മത്സരിക്കുന്നത്. ചുവർച്ചിത്രങ്ങളൊന്നുമില്ല, പിന്നെ കൊടിതോരണങ്ങളില്ല, കൂടെ പ്രവർത്തിക്കാൻ ആൾ എന്നുവെച്ചാൽ ഇപ്പോൾ പടക്കമുണ്ടായിട്ടൊന്നുമല്ല. പുള്ളിയുടെ രീതി ഇങ്ങനെയാണ്: രാവിലെ മുതൽ നടക്കും, ഓരോ വീടുകളിൽ കയറി വോട്ട് അഭ്യർത്ഥിക്കും. അങ്ങനെയാണ് ഓരോ വിജയത്തിൻ്റെ രഹസ്യം. ഇപ്പോൾ തന്നെ ഒരു വോട്ടർമാരോട് വോട്ട് അഭ്യർത്ഥിക്കുകയാണ്. എനിക്ക് വോട്ട് ചെയ്യണം. ഞാൻ കൈപ്പത്തിയാണ് എൻ്റെ ചിഹ്നം, UDF സ്ഥാനാർത്ഥിയാണ്. തീർച്ചയായിട്ടും ഞാൻ ജയിച്ചു കഴിഞ്ഞാൽ അങ്ങയോടൊപ്പം ഉണ്ടാവും. എല്ലാ കാര്യങ്ങളിലും എൻ്റെ ഒരു കൈത്താങ് ഉണ്ടാവും. തീർച്ചയായിട്ടും ഇത് എല്ലാവരോടും പറയണം. ഇങ്ങനെ ഈ ഓരോ വോട്ടർമാരുടെ ആത്മവിശ്വാസത്തിലാണ് CK മുന്നേറുന്നത്. എങ്ങനെയാണ് CK ഈ രാഷ്ട്രീയത്തിലേക്ക്, നഗരസഭയുടെ? ഞാൻ വിദ്യാർത്ഥി രാഷ്ട്രീയത്തിൽ കൂടിയാണ് കോൺഗ്രസ് രാഷ്ട്രീയത്തിലേക്ക് വന്നത്. അതിനുശേഷം പിന്നെ ഓരോ ഘട്ടങ്ങളിലും എനിക്ക് താങ്ങും തണലുമായി നിന്നുള്ള നേതാക്കന്മാരുണ്ട്. അവരോടൊപ്പം വളരെ ആത്മാർത്ഥമായിട്ട് സഹകരിക്കുകയും പാർട്ടിക്ക് വേണ്ടി പണിയെടുക്കുകയൊക്കെ ചെയ്താണ് ഞാൻ ഇന്ന് ഒരു മുനിസിപ്പൽ കൗൺസിലർ ആവുന്ന നിലയിലേക്ക് എത്തിയിട്ടുള്ളത്. പിന്നെ ഈ രാഷ്ട്രീയത്തിലൊക്കെ ഓരോരുത്തർക്കും ഓരോ ഗുരുതുല്യരായിട്ടൊക്കെ ഓരോരുത്തരെയും ഇഷ്ടപ്പെടുകയും മനസ്സിൽ കൊണ്ട് നടക്കുകയൊക്കെ ചെയ്യുമല്ലോ. അപ്പം അങ്ങനെയൊക്കെ ആരായിരുന്നു? ഞാൻ അങ്ങനെ ഗുരുതുല്യനായി കാണുന്ന ഒരാളെന്ന് പറയുന്നത് ശ്രീ K കരുണാകരനാണ്. അതിനുശേഷം ശ്രീ AK ആന്റണിയാണ്. ഇവർ രണ്ടുപേരാണ് എൻ്റെ ജീവിതത്തിലെ രാഷ്ട്രീയ ഗുരുക്കന്മാരായിട്ട് ഞാൻ കാണുന്ന രണ്ടുപേരും. പിന്നെ എത്ര ടൈമിലായിരുന്നു നഗരസഭയിലൊക്കെ? 2 ടൈമിൽ 2010 മുതൽ ആണ് 2 ടൈമാണ് ഇപ്പോൾ ഞാൻ മുനിസിപ്പൽ കൗൺസിലർ. ഒന്ന് ടൗൺ വാർഡിൽ നിന്ന് മത്സരിച്ച് ആദ്യം ജയിച്ചു, അതിനുശേഷം വെട്ടിപ്പുറം വാർഡിൽ നിന്ന് ജയിച്ചു, അതിനുശേഷം ഇപ്പോൾ ഇവിടെ മത്സരിക്കുകയാണ്. ഈ കഴിഞ്ഞ വാർഡിലൊക്കെ നമുക്ക് ഒട്ടേറെ വികസന പ്രവർത്തനങ്ങളും നഗരസഭയുടെ പ്രശ്നങ്ങളും ഒക്കെ ചർച്ച ചെയ്തിട്ടുണ്ടല്ലോ. ഉണ്ട്. അപ്പോൾ അവിടെ എല്ലാം പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളൊക്കെയാണ്. വീണ്ടും നമ്മളിപ്പോൾ ഒരു വോട്ടർമാരോടൊപ്പം തന്നെ നമ്മൾ എത്തിയിരിക്കുകയാണ്. നമുക്ക് നോക്കാം അല്ലേ? ശരി. വീണ്ടും അദ്ദേഹം ഒരു വോട്ടർമാരോട് വോട്ട് അഭ്യർത്ഥിക്കാൻ വീട്ടിലെത്തിയിരിക്കുകയാണ്. ഈ കഴിഞ്ഞ ടൈമിൽ അവിടെ ഒക്കെ ഒത്തിരി ശുദ്ധജലത്തിനൊക്കെ ഒത്തിരി ബുദ്ധിമുട്ടുണ്ടാകുകയും റോഡിൻ്റെ അടിസ്ഥാന സൗകര്യങ്ങളിലൊക്കെ പ്രശ്നമുണ്ടാക്കി. പക്ഷേങ്കിൽ പ്രതിപക്ഷത്തായിരുന്നിട്ട് പോലും ജനങ്ങൾക്ക് വേണ്ടി ഒട്ടേറെ ക്ഷേമ പ്രവർത്തനങ്ങൾ നടത്തിയിട്ടുണ്ടെന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിഞ്ഞിട്ടുള്ളത്. അതെങ്ങനെയാണ്? ഭരണസമിതിയോടൊപ്പം നിൽക്കുക എന്നുള്ളത് മാത്രമല്ല, ഭരണസമിതിയുടെ പ്രതിപക്ഷത്താണെങ്കിലും ജനങ്ങൾക്കൊപ്പം നിന്നുകൊണ്ട് പ്രവർത്തനം നടത്തുക എന്നുള്ളതാണ് ഏറ്റവും വലിയ കാര്യം. അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി ശബ്ദമുയർത്തി, അവരുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി സമയം കണ്ടെത്തി അതിനു വേണ്ടിയിട്ടുള്ള പദ്ധതികൾ തയ്യാറാക്കി മുന്നോട്ട് പോയത് കൊണ്ടാണ് അവിടുത്തെ കുടിവെള്ള പ്രശ്നം പരിഹരിക്കുവാനും കുടിവെള്ളം ഒട്ടുമില്ലാത്ത സ്ഥലങ്ങളിൽ കുടിവെള്ളം ഇറക്കി കൊടുക്കുവാനും ഒക്കെ തയ്യാറായത്. അവിടെ കുടിവെള്ളമില്ലാത്ത പ്രദേശങ്ങളിലൊക്കെ വർഷങ്ങളായിട്ട് കുടിവെള്ളം എത്തിച്ചു കൊടുക്കാൻ മുമ്പുള്ള ഭരണസമിതിക്കൊന്നും കഴിഞ്ഞിട്ടില്ല. പക്ഷെ ഞാൻ വന്നതിന് ശേഷം അവർക്കൊക്കെ നേരിട്ട് അവരുടെ വീടുകളിൽ കുടിവെള്ളം എത്തിച്ചു കൊടുക്കാനുള്ള പദ്ധതികൾ നമ്മൾ ആവിഷ്കരിക്കുക, അവിടെ അങ്ങനെ എത്തിച്ചു കൊടുക്കുകയും ചെയ്തു. 2, കുമ്പാങ്ങൽ കുടിവെള്ള പദ്ധതിയുമായി ബന്ധപ്പെട്ടുകൊണ്ട് അവിടുത്തെ പൈപ്പുകളൊക്കെ നിരന്തരമായി പൊട്ടുന്നതായിരുന്നു. ആ പൈപ്പുകൾ മൊത്തം മാറ്റിയിടുന്നതിന് വേണ്ടിയിട്ട് ഉള്ള കത്ത് കൊടുക്കുക, അത് എസ്റ്റിമേറ്റ് എടുക്കുക, അതിന് വേണ്ടിയിട്ടുള്ള എല്ലാ പദ്ധതികളും തയ്യാറാക്കി അവർക്ക് ചെയ്യാനുള്ള അല്ലേ സഹായിക്കണം. ഡിസംബർ 9-ാം തീയതിയാണ് ഇലക്ഷൻ. ആ ഇലക്ഷനിൽ വീട്ടിലെല്ലാവരും വന്ന് എനിക്ക് വോട്ട് ചെയ്യണം. നിങ്ങളുടെ പ്രാർത്ഥന അനുഗ്രഹം എല്ലാവർക്കും ഉണ്ടാവണം. തീർച്ചയായിട്ടും അനിലിൻ്റെ പരിചയമുള്ള ആൾക്കാരോട് കൂടി എന്നേക്ക് വോട്ട് ചെയ്ത് സഹായിക്കാൻ പാടില്ല. എപ്പോഴും ഞാൻ കൂടെ ഉണ്ടാവും. എപ്പോൾ വിളിച്ചാലും ഉണ്ടാവും. ഇങ്ങനെ ഈ ജനങ്ങളുമായിട്ടുള്ള ഈ ആത്മവിശ്വാസം ഈ ഡയറിയിലൊക്കെ ഉണ്ടോ? വേറെ കാര്യങ്ങളൊന്നും? ഓരോ വീടുകളിൽ ചെല്ലുമ്പോഴും അവരുടെ ആവശ്യങ്ങൾ പറയുന്ന ഡയറി കുറിച്ചെടുക്കുന്ന ഒരു സ്വഭാവം എനിക്കുണ്ട്. അതിനുശേഷം അത് മറന്നു പോകാതെ തന്നെ അത് ടേക്കപ്പ് ചെയ്യുക എന്നുള്ളതാണ്. നമ്മൾ ജയിച്ചു വന്നു കഴിഞ്ഞാൽ അത് ടേക്കപ്പ് ചെയ്താൽ ജയിച്ചാലും ജയിച്ചാലും അവർ ജനങ്ങളെ സഹായിക്കുക എന്നുള്ളതാണല്ലോ നമ്മുടെ കർത്തവ്യം എന്ന് പറയുന്നത്. അപ്പോൾ തീർച്ചയായിട്ടും
ജയിച്ചു വന്നു കഴിയുമ്പോൾ അവരുടെ ആവശ്യങ്ങൾക്ക് പ്രയോറിറ്റി കൊടുത്തുകൊണ്ട് അത് നിറവേറ്റുന്നതിന് വേണ്ടിയുള്ള കഠിന പ്രയത്നം എൻ്റെ ഭാഗത്തു നിന്നുണ്ടാകും. പ്രത്യേകിച്ച് നമുക്ക് ഈ കാലാകാലങ്ങളിൽ നമ്മുടെ ഈ ടൗൺ വാർഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കോൺഗ്രസിന്റെ അല്ലെങ്കിൽ ഒരു പ്രസ്റ്റീജ് വാർഡാണ്. അപ്പോൾ അതിന്റെ ഒരു ടെൻഷനും കാര്യങ്ങളും ഒക്കെ ഈ എങ്ങനെയാണ് CK അതിനെ കാണുന്നത്? കോൺഗ്രസ് വാർഡ് എന്നതിലുപരി ഒരു പൊളിറ്റിക്സിന് അതീതമായിട്ട് ഇവിടെയുള്ള ജനങ്ങൾ എന്നോട് വളരെ ഇഷ്ടമുള്ള ജനങ്ങളാണ്. കാര്യം ഞാൻ അവരുമായിട്ട് നിരന്തരമായി സമ്പർക്കം പുലർത്തുന്ന ജനങ്ങളാണ്, അവരുമായിട്ട് എപ്പോഴും ഇടപഴകുന്ന ജനങ്ങളാണ്. അപ്പോൾ അവർക്ക് എന്നെ നേരിട്ടറിയാം, എനിക്ക് ഒരു പരിചയപ്പെടുത്തലിൻ്റെ ആവശ്യമില്ല. അവരുടെ എല്ലാ ആവശ്യങ്ങൾക്കും വേണ്ടി നിരന്തരമായി പോരാടുന്ന ഒരു വ്യക്തി എന്നുള്ള നിലയ്ക്ക് അവരെ എനിക്ക് വോട്ട് ചെയ്യും എന്ന് തന്നെയാണ് ഞാൻ വിശ്വസിക്കുന്നത്. പിന്നെ അവരുടെ ആവശ്യങ്ങൾ, ടൗൺ വാർഡിനെ സംബന്ധിക്കുന്ന ഇപ്പോഴത്തെ ഏറ്റവും കൂടുതൽ ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന ആവശ്യങ്ങളൊന്ന് മാലിന്യ സംസ്കരണവും കുടിവെള്ളവുമാണ്. ടൗൺ ആയതുകൊണ്ട് തന്നെ സ്ഥലപരിമിതി, അതായത് 1 സെന്റിലും 2 സെന്റിലും 3 സെന്റിലും ഒക്കെ താമസിക്കുന്ന ജനങ്ങൾക്ക് ഈ മാലിന്യ സംസ്കരണം എന്ന് പറയുന്നത് വളരെ ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. അപ്പൊ അതിനു വേണ്ടിയിട്ടുള്ള മുൻകൈ എടുത്തുകൊണ്ട് അവരെ സഹായിക്കുക എന്നുള്ള ഒരു വലിയ പദ്ധതി തയ്യാറാക്കി വരികയും അല്ലെങ്കിൽ അതിനുവേണ്ടി മുൻകൈ എടുത്തുകൊണ്ട് ഭരണസമിതിക്ക് പിന്നെ ഊന്നൽ കൊടുത്തുകൊണ്ട് മുന്നോട്ട് പോകാനുള്ള എല്ലാ സഹായ സഹകരണങ്ങളും എൻ്റെ ഭാഗത്തുനിന്നുണ്ടാകും. അതിനുള്ള കഠിന പ്രയത്നം ഉണ്ടാവും. ഞങ്ങൾ ഈ കഴിഞ്ഞ കുറേ ദിവസങ്ങളായിട്ട് ഓരോ സ്ഥാനാർത്ഥിയോട് ഒപ്പം പോകുമ്പോഴേ അവരുടെ കൂടെ ആളുണ്ട്, ആരവങ്ങളുണ്ട്, പോസ്റ്ററുണ്ട്, എല്ലാം ഉണ്ട്. പക്ഷേ CKക്ക് എന്ന് വെച്ചാൽ മറ്റുള്ളവരോട് പിണക്കമുണ്ടോ അങ്ങനെയൊന്നുള്ളതാണ്. ഈ വളരെ കാലങ്ങളായിട്ട് തന്നെ ഇങ്ങനെ ഈ നടക്കി ഒറ്റയ്ക്ക് രീതിയിലൊക്കെയാണോ, എങ്ങനെയാണ് അതിന്റെ ഒരു ശൈലി? അത് എനിക്ക് ജനങ്ങളുമായിട്ടുള്ള ഒരു ബന്ധമുള്ളത് കൊണ്ടാണ് ഞാൻ കൂടുതൽ ആരവം കാണിക്കാത്തത്. നമ്മൾ ഒരുപാട് ആളിനെ ഇറക്കി പോയിട്ട് കാര്യമില്ല. നമ്മൾ ആ ജനങ്ങളുമായിട്ട് അവരുടെ ആവശ്യങ്ങൾ കേട്ടതിന് ശേഷം അവരോട് വോട്ട് അഭ്യർത്ഥിക്കുക, അവരോട് വോട്ട് വാങ്ങിക്കുക. ഇതാണ് എൻ്റെ ഒരു സ്റ്റൈൽ എന്ന് പറയുന്നത്. ശരി. വീണ്ടും CK അടുത്തൊരു വോട്ടറെ കാണാനുള്ള തെരഞ്ഞെടുപ്പിലാണ്. വോട്ട് അഭ്യർത്ഥിക്കുകയും കൂടെ വീണ്ടും കൂടെ ചേരുകയാണ്. നമസ്കാരം. കഴിച്ചോ? എനിക്ക് ഇവിടെ വന്ന് ജയിച്ചൊക്കെ നേരത്തെ വന്ന് കണ്ടിരുന്നു. എനിക്ക് വോട്ട് ചെയ്യണം, സഹായിക്കണം, വീട്ടിൽ എല്ലാവരോടും ഒന്നുകൂടി ഇത് പറയണം. ജയിച്ചു വന്നു കഴിഞ്ഞാൽ എന്നെ കൊണ്ട് കഴിയാവുന്ന എല്ലാ സഹായങ്ങളും ചേട്ടനോടൊപ്പം ഉണ്ടാവും. തീർച്ചയായിട്ടും സഹായിക്കണം. പ്രാർത്ഥിക്കുമ്പോൾ എൻ്റെ വേണ്ടിയോട് പ്രാർത്ഥിക്കണം. അങ്ങനെ ഓരോ വോട്ടർമാരുടെയും അനുഗ്രഹങ്ങളും ആശീർവാദങ്ങളും ഏറ്റുവാങ്ങിക്കൊണ്ടാണ് CK വീണ്ടും വരുന്നത്. CK, നമ്മൾ ഈ അവസാനമായിട്ട് പറയുന്നത് ഈ ടൗൺ വാർഡിലെ ഒട്ടേറെ വികസന പ്രവർത്തനങ്ങൾ, അതായത് നഗരത്തിന്റെ മുഖച്ഛായുള്ള ഒരു വാർഡാണ്. ഭരണപക്ഷത്തായാലും പ്രതിപക്ഷത്തായാലും അത് എന്തൊക്കെയാണ് അതിന്? പത്തനംതിട്ട നഗരത്തെ സംബന്ധിക്കുന്ന ജില്ലയുടെ ആസ്ഥാനമാണ്. ജില്ലയുടെ ആസ്ഥാനം എന്നുള്ള നിലയ്ക്ക് ജനങ്ങൾക്ക് വേണ്ടിയിട്ട് വരുന്ന ഈ ടൗണിൽ വരുന്ന ജനങ്ങൾക്ക് വേണ്ടിയിട്ടുള്ള ഗുണപരമായിട്ടുള്ള പ്രവർത്തനം നമ്മൾ നടത്തിയെങ്കിൽ മാത്രമേ ടൗണിന്റെ ആ ഒരു ഐശ്വര്യം നിലനിർത്താൻ നമുക്ക് കഴിയുള്ളൂ. തീർച്ചയായിട്ടും അതിനുള്ള പ്രയത്നം എൻ്റെ ഭാഗത്തുനിന്നുണ്ടാവും. ഞാനപ്പോൾ ഇത്രയും കാരണം നടന്നാണ്, മറ്റുള്ള സ്ഥാനാർത്ഥികളൊക്കെ സ്കൂട്ടറിലും കാറിലും ഒക്കെയാണ് നടന്നു പോവുകയാണ്. ഇത്രയും സമയം എടുത്തു. ഇനിയും ഓരോ വോട്ടർമാരും കാണാനുള്ള തിരക്കിലല്ലേ. ഇത്രയും കൂടി ഞങ്ങളോട് സഹകരിച്ചതിന് വളരെ നന്ദി. നിങ്ങളുടെയൊക്കെ അനുഗ്രഹവും പ്രാർത്ഥനയൊക്കെ ഉണ്ടാവണം. ഉറപ്പായിട്ട് ജയിച്ചു വരാൻ കഴിയണം. ഓക്കെ. ഒരു തെരഞ്ഞെടുപ്പിനെ സംബന്ധിക്കുന്നിടത്തോളം ആ തെരഞ്ഞെടുപ്പിൽ ജയിച്ചു വരിക എന്നുള്ളത് വലിയ കഠിന പ്രയത്നം തന്നെയാണ്, ഭഗീരഥ പ്രയത്നം തന്നെയാണ്. അതിനെല്ലാം നിങ്ങളുടെ സഹായം ഉണ്ടാവണം. അങ്ങനെ ഓരോ വോട്ടർമാരെയും നേരിൽ കണ്ടുകൊണ്ടുള്ള അദ്ദേഹം യാത്ര തുടരുകയാണ്. ടൗൺ വാർഡിന്റെ വീണ്ടും കോൺഗ്രസിലേക്ക് എത്തിക്കാൻ വേണ്ടിയുള്ള പുറപ്പാടിലാണ് CK അർജുനൻ. പത്തനംതിട്ട ടൗണിൽ നിന്നും പ്രദീപ് അങ്ങാടിക്കലിനൊപ്പം പ്രസാദ് MJ, കേരള വിഷൻ ന്യൂസ്, പത്തനംതിട്ട.